ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. മോര് കാച്ചിയതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, ഉള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, പിന്നുള്ളത് തൈരാണ്. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉലുവ, ഈ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി എന്നിട്ട് വഴറ്റാം. അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത് കട്ടത്തൈരാണ്. ഇതൊന്ന് ഉടച്ചെടുക്കണം ആദ്യം. ഇത് നല്ല കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം അധിക നേരം തിളക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. അപ്പോൾ നമ്മളുടെ കറി ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ള കറിയാണ്, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് മോര് കാച്ചിയത്. എൻ്റെ അവതരണം വളരെ മോശമാണെന്ന് എനിക്കറിയാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.